അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരും ഉള്ളതാകുമോ എന്ന് അറിയാമെന്ന് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാല്യത്തിൽ തന്നെ യഹോവയോട് കൂടെ ജീവിച്ചവനായിരുന്നു ദാവീദ്. അവൻ ചെന്നിടത്തൊക്കെയും അവന് വൻ വിജയമായിരുന്നു. ജയം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ഏത് മേഖലയിലെ ജയം ആണെങ്കിലും ജയിക്കുന്നവർ അതിനുവേണ്ടി ചെയ്ത പ്രയത്നങ്ങൾ വളരെയായിരിക്കും. മാറി നിന്ന് അഭിപ്രായം പറയുവാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. നമ്മെ വിമർശിക്കുമ്പോൾ നാം വിഷമിക്കരുത്. ആർക്കു വേണ്ടിയും ഒന്നും പ്രവർത്തിക്കാത്തവരാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത്. ദാവീദിനും വിമർശകർ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുവാൻ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ തന്നെ 3 സഹോദരന്മാർ പറഞ്ഞത്, ആ കുറെ ആടുള്ളതിനെ വിട്ടിട്ട് വന്നത് പട കാണുവാനല്ലേ എന്നാണ്. ദാവീദിൻ്റെ സഹോദരന്മാർ കഴിഞ്ഞ 40 ദിവസമായി പട കാണുവാൻ നിൽക്കുകയായിരുന്നുവല്ലോ. എന്നാൽ ദാവീദ് വന്നത് പട കാണുവാനല്ല, പട നയിക്കുവാനാണ് എന്ന് സഹോദരന്മാർക്ക് ബോധ്യമായി. കാരണം 40 ദിവസമായി പട കാണാമെന്ന ആശയാൽ കാഴ്ചക്കാരായി നിന്ന സഹോദരന്മാരുടെ മുൻപിലേക്ക് അത് ദാവീദ് വരുന്നു. അവനെടുത്താൽ പൊങ്ങാത്ത ഗോലിയാത്തിൻ്റെ തലയും അവൻ്റെ വാളുമായി. അതെ, ശൗൽ തോൾ മുതൽ മേലോട്ട് ഇസ്രയേൽ പുരുഷന്മാരിൽ 1 മുഴം പൊക്കം കൂടിയവനാണെങ്കിലും പൊക്കം കൂടിയ ഗോലിയാത്തിനെ നേരിടുവാൻ പ്രാപ്തിയില്ലാതെ തണലിൽ 40 ദിവസം വിശ്രമിച്ചപ്പോൾ ഇസ്രയേൽ പുരുഷന്മാരിൽ ബാലനായിരുന്ന ദാവീദ് ഇതാ ശൗലിനെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ ജനത്തെ 40 ദിവസം മുൾമുനയിൽ നിർത്തിയ ഗോലിയാത്തിൻ്റെ തലയുമായി വരുന്നു. കാണുമ്പോൾ നല്ല രസമാണെങ്കിലും അതിനുവേണ്ടി ദാവീദ് നഷ്ടമാക്കി കളഞ്ഞത് ഈ ലോകത്തിൻ്റെ അഴുക്ക് ജീവിതമായിരുന്നു. രഹസ്യത്തിൽ പാപം ചെയ്തുകൊണ്ട് പരസ്യമായി വിജയം ആഘോഷിക്കുവാൻ ശ്രമിച്ചാൽ ശൗലേ, നീ അമാലേക്കിൻ്റെ കയ്യാൽ പട്ടുപോവുകയുള്ളൂ. എന്നാൽ രഹസ്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അഴുക്ക് ജീവിതത്തെ വെറുക്കുന്ന ദാവീദേ, നീ ഗോലിയാത്തിന് കല്ലെറിയേണ്ട ആവശ്യം പോലുമില്ല. അവൻ നിൻ്റെ മുൻപിൽ ചത്തു വീഴും. ദാവീദ് എറിഞ്ഞ കല്ല് ഗോലിയാത്തിൻ്റെ നെറുകയിൽ തന്നെ പതിഞ്ഞുകൊണ്ടു. സ്വാഭാവികമായി ഗോലിയാത്ത് പുറകോട്ടാണ് വീഴേണ്ടിയിരുന്നത്. എന്നാൽ അവൻ മുന്നോട്ടാണ് വീണത്. ദാവീദിൻ്റെ കല്ലല്ല, ദൈവത്തിൻ്റെ അടിയാണ് ഗോലിയാത്തിനെ കൊന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആരെല്ലാം നമ്മെ തകർക്കുമെന്ന് വാതുകെട്ടിയാലും ഒരു വ്യക്തിക്കോ രോഗത്തിനോ നമ്മെ തകർക്കുവാൻ യേശു കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഒരു ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി നമ്മെ വിട്ട് ഓടുമെന്ന് ദൈവവചനം നമുക്ക് വാക്ക് തരുന്നുണ്ട്. എന്നാൽ നാം ദൈവവചനം അനുസരിക്കണമെന്ന് മാത്രം. ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദൈവം ദാവീദിന് വൻ ജയം കൊടുത്തു. സിംഹത്തിൻ്റെ മുന്നിലും കരടിയുടെ മുന്നിലും അഹിതോഫെലിൻ്റെ മുന്നിലും അബ്ശലോമിൻ്റെ മുന്നിലും ബെന്യാമീനായ ശിമേയുടെ മുന്നിലും ദൈവം ദാവീദിന് ജയം കൊടുത്തു. ചെറിയ ജയമല്ല. തന്നെ കാരണമായി നശിപ്പിക്കുവാൻ നോക്കിയ ആരും ദാവീദിൻ്റെ മുൻപിൽ നിവർന്നു നിന്നിട്ടില്ല. 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. അതിനുശേഷം ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ച് അടക്കി. ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും പിടിച്ചു. ഫിലിസ്ത്യരുടെ നാട് ഇസ്രയേൽ മക്കളുടെ അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തതാണെങ്കിലും ദാവീദിന് മുമ്പുണ്ടായിരുന്ന രാജാവായ ശൗലിനോ ഇസ്രയേൽ ന്യായാധിപന്മാർക്കോ ഫിലിസ്ത്യരെ ജയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ മുൻപിൽ ഫിലിസ്ത്യർ ഒന്നുമല്ലായിരുന്നു. തന്നെയുമല്ല 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബിർ ദാവീദിൻ്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഹദദേസർ ഫ്രാത്ത് നദീതീരത്തിങ്കിൽ തൻ്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവൻ്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദമേശക്കിലെ അരാമ്യരെ ദാവീദ് തോൽപ്പിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും
18-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ എല്ലാ ജയത്തിനും യഹോവയായിരുന്നു ഉത്തരവാദി. യഹോവയായിരുന്നു ദാവീദിന് വേണ്ടി മറ്റുള്ളവരോട് യുദ്ധം ചെയ്തത്. ദാവീദിന് വേണ്ടി യഹോവ യുദ്ധം ചെയ്തതിന് കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന് സാരം. ഏത് തിന്മയും ചിന്തയുടെ രൂപത്തിൽ ഹൃദയത്തിൽ വരികയും ആ ചിന്ത പ്രവൃത്തിയായി പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് നാം തന്നെയും മറ്റുള്ളവരും തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ശത്രുവിൻ്റെ സകലവിധ അസ്ത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വചനം അഥവാ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ തകർത്തു കളയും. AVG ഉള്ള കമ്പ്യൂട്ടറിൽ നാം അറിയാതെ കയറി വരുന്ന വൈറസ് നശിപ്പിക്കപ്പെടുന്നത് പോലെ നാം അനുസരിക്കുക വഴി നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതുന്ന അവൻ്റെ കൽപ്പനകൾ നാം അറിയാതെ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വിതറുന്ന പാപത്തിൻ്റെ വിത്തുകൾ തകർത്ത് കളയുമെന്നതിന് യാതൊരു സംശയമില്ല. 119-ാം സങ്കീർത്തനം 54-ാം വാക്യത്തിൽ ദാവീദിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ്റെ കീർത്തനമായിരുന്നു. 119-ാം സങ്കീർത്തനം 67-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 92-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദാവീദിൻ്റെ പ്രമോദമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 97-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദാവീദിന് എത്രയോ പ്രിയമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 100-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവനെ വയോധികന്മാരിലും വിവേകമുള്ളവനാക്കി എന്ന്. 119-ാം സങ്കീർത്തനം 101-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാനായി സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 115-ാം വാക്യത്തിൽ ദാവീദ് പാപികളോട് ഇണയില്ലാപ്പിണ കൂടുന്നവനല്ല എന്ന് സൂചിപ്പിക്കുന്നു. 119-ാം സങ്കീർത്തനം 127-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദാവീദിന് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 162-ാം വാക്യത്തിൽ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ദാവീദ് ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നവനായിരുന്നു. 119-ാം സങ്കീർത്തനം 163-ാം വാക്യത്തിൽ താൻ ബോഷ്ക്ക് പകച്ച് വെറുക്കുന്നവനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് ദ്രോഹം ചെയ്യാതെ അവൻ്റെ വഴികളെ അഥവാ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു എന്നും അകൃത്യം കരുതാതെ തന്നെ കാത്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല ദാവീദ് യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദാവീദ് ബത്ശേബയുടെ കാര്യത്തിലല്ലാതെ ഒരു തെറ്റും ചെയ്യുവാൻ തന്നെ വിറ്റുകളഞ്ഞില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും ദൈവവചനം അനുസരിക്കുന്നതിനും അവൻ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചതിനാൽ ദാവീദിൻ്റെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതായി തീർന്നു. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവൻ ചെന്നിടത്തൊക്കെയും യഹോവ അവനോട് കൂടെ പോവുകയും അവന് ജയം നൽകുകയും ചെയ്തു. ഇസ്രയേലിലെ ന്യായാധിപന്മാർക്കോ മോശയ്ക്കോ യോശുവയ്ക്കോ ശൗൽ രാജാവിന് തന്നെയോ കീഴടക്കുവാൻ കഴിയാതിരുന്ന യെബൂസ്യരെ ദാവീദ് കീഴടക്കുകയും ദാവീദിൻ്റെ നഗരമായി അതിനെ തീർക്കുകയും ചെയ്തു. ആ യെബൂസ്യ നഗരമാണ് ഇന്നത്തെ ജെറുസലേം. ഇതിനെക്കുറിച്ച് 2 ശമൂവേൽ 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ നാം മടുത്തുപോകും. വീലില്ലാത്ത വാഹനം റോഡിൽ തള്ളി നീക്കുവാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമേയുള്ളൂ യേശുവില്ലാത്ത ജീവിതം കൂടുതൽ പ്രതിസന്ധിയുള്ളതായി തീരുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും നമുക്ക് യേശുവില്ലാത്ത ജീവിതം കൊണ്ടുണ്ടാവുകയില്ല. എന്നാൽ യേശു ഉള്ള ജീവിതം നാം നയിക്കണമെങ്കിൽ അവൻ്റെ വചനം പ്രമാണിക്കേണ്ടത് അത്യാവശ്യമാണ്.
ആകയാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാം. യേശു പരാജയപ്പെടാത്തവനായിരുന്നതുപോലെ നമുക്കും യേശു മുഖാന്തരം ജയാളികളാകാം. നമ്മുടെ സകല പ്രശ്നങ്ങളും യുദ്ധങ്ങളും നമുക്ക് യേശുവിൻ്റെ തോളിൽ ഇറക്കി വെച്ച് യേശുവിൽ നമുക്ക് വിശ്രമിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിച്ച് നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങ് സൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.